എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യം. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ജൂൺ 2024. Six of Wands, Eight of Swords, okay. King of Wands, Queen of Pentacles, King of Pentacles, Knight of Wands, Knight of Cups. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെയധികം സാധ്യതകളുള്ളൊരു മാസമാണ്. 6 of Wands എനർജി ആദ്യം തന്നെ കലാകായിക സാംസ്കാരികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം കഴിവ് തെളിയിക്കുന്ന തരത്തിലുള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ സിനിമ സീരിയൽ മേഖലകളിലുള്ളവർക്കൊക്കെ വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രൊജക്റ്റ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഉയരത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഓഡിയൻസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്നിട്ട് കൺസേർട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ ഇതിലൊക്കെ വളരെയധികം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള ഒരു വൈബ് അങ്ങനത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെറിയ രീതിയിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കുന്ന, ഇപ്പൊ സ്വന്തമായിട്ട് പെയിന്റിങ്സ് മ്യൂറൽസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്നവര്, എംബ്രോയിഡറി ഡെക്കേഴ്സ് ചെയ്യുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് ഈ ഒരു മാസം. അതേപോലെ ബിസിനസ് ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല ലെവലിലാണ്. വലിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ചീത്തയാണ് എന്നുള്ളതല്ല. ചെറിയ ബിസിനസ് ഒക്കെ പെട്ടെന്ന് വളരുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും അതിന് സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് നമ്മളെ യൂട്യൂബ് പോലുള്ള അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകൾ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ചാനൽ നല്ല ഉയരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, അതിന്റെ മറ്റുള്ളവർ നാലാൾ അറിയുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 8 of Swords എനർജിയാണ് ഇവിടെ കാണിക്കുന്ന മറ്റൊരു കാര്യം. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ സ്കിൽസ് ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇന്ന കഴിവ്, ഇന്ന രീതികൾ, ഇന്ന കാര്യങ്ങളിലൊക്കെ കഴിവുകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങളതിൽ വിശ്വസിക്കുന്നുമുണ്ട്. ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നു. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട്. എന്നാൽ സ്വയം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. അതായത് മുന്നോട്ടേക്ക് പോകാൻ ഒരു ഭയമാണ്. ഇതാവാ കഴിവൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകും, തോറ്റുപോയാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചിന്തയാണ്. കാരണം ചില ആളുകളുടെ മനസ്സിൽ ഞാനൊരു ഭാഗ്യമില്ലാത്തവളാണ് എന്നുള്ളൊരു ചിന്തയാണ്. ആ ഒരു ചിന്ത നിങ്ങൾ ആദ്യം എടുത്ത് കളയുക. നിങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക, അതോടൊപ്പം മുന്നോട്ടേക്ക് പോവുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടൈമാണ്. ഇവിടെ ഇപ്പോൾ കാർഡ്സിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സമയമാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നേ ഉള്ളൂ, അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഉൾഭയമാണ്. ഫിയർ ഓഫ് ഫെയിലിയർ. ആ ഒരു മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ തന്നെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം, ചുറ്റുപാടുകൾ. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആരും തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവില്ല. ഇനി അഥവാ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ കുടുംബക്കാരിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഒട്ടും സപ്പോർട്ട് കിട്ടാത്തത്. എല്ലാവരും നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയും സാഹചര്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാതിരിക്കുക. ധൈര്യമായിട്ട് ആദ്യത്തെ ചൂട് വയ്ക്കുക. പിന്നെ പ്രത്യേകിച്ച് വലിയ റിസ്ക് എടുത്തിട്ടുള്ള കാര്യമൊന്നും അല്ല നിങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾ ലോൺ എടുത്തൊന്നും അല്ല ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നു.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വേറെ ഇല്ല. ഇനി നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമില്ല. ആദ്യം നിങ്ങൾ ഇതിന്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുക, ആ പ്രവൃത്തിയിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ട്, ഡിറ്റർമിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ ഒന്നും തന്നെ ചിന്തിക്കാതെ ധൈര്യമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക, ബാക്കിയുള്ളത് പുറകെ നോക്കാം എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വൺസ് എനർജിയാണ്. അതോടൊപ്പം തന്നെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നമ്മൾ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ട്. നിങ്ങൾ ആരൊക്കെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിങ്ങളെ പുറകോട്ടേക്ക് പിടിച്ച് വലിച്ചു താഴെയിടാൻ ശ്രമിച്ചാലും, എന്തൊക്കെ ശ്രമിച്ചാലും മുകളിലുള്ള ആ ഒരു ശക്തി നിങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, നിങ്ങളുടെ കൂടെ ഉള്ളത് ആ ദൈവികമായിട്ടുള്ള ശക്തി, ആ ഒരു പ്രപഞ്ച ശക്തിയാണ് നിങ്ങൾക്ക് കൂട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തൊക്കെ തന്നെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് വൺസ് എനർജി നിങ്ങളിലേക്ക് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓൺടർപ്രണോറിയൽ എനർജി, അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭകൻ ആണ് നിങ്ങളിൽ കാണുന്നത്. നിങ്ങളൊരു നാച്ചുറൽ ബോൺ ലീഡറാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഐഡിയാസ് ഉണ്ട്, അതൊക്കെ വർക്കൗട്ട് അൾട്രാ സക്സസ്ഫുൾ ആകാണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി പാഷനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പൊരുതുക. ഇന്നൊരു കോഴ്സ് ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അതേപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിലും വളരെ പോസിറ്റീവായിട്ട് നിന്നുകൊണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, അതായത് നിങ്ങളുടെ അഭിമാനം താഴ്ത്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്പെക്റ്റ് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നില്ല. അത് വിവാഹ ജീവിതത്തിലാണെങ്കിൽ കൂടിയും നിങ്ങൾ അർഹതപ്പെട്ട ആ ഒരു റെസ്പെക്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ യു ആർ ഡിമാൻഡിങ് റെസ്പെക്ട്. അതായത് ആ ഒരു ലെവലിലുള്ള റെസ്പെക്ട്, ഞാൻ ഒന്നുമല്ല എന്നുള്ളതല്ല, ഞാനും എന്തൊക്കെയാണ്, എൻ്റെ ജീവിതത്തിലെല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഐ ആം ദ ക്വീൻ അല്ലെങ്കിൽ ഐ ആം ദ കിങ് എന്നുള്ള രീതിയിൽ ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇനി ആരൊക്കെ തന്നെയായാലും നിങ്ങളെ ഒരു റെസ്പെക്ട് ഇല്ലാതെ കാണുമ്പോൾ ഐ ഡിമാൻഡ് റെസ്പെക്ട്, ഞാൻ എന്നുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് തന്നേ പറ്റൂ എന്നുള്ളത് നിങ്ങൾ പറയാണ്. അതിന് മറ്റുള്ളവർ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട്, അതായത് ബഹുമാനക്കുറവോട് കൂടിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്നോട് പറയുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം, അല്ലാത്ത പക്ഷം അത് ചെവിക്കൊള്ളാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. റിട്ടയർമെന്റ് ഫേസിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സുഖകരമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഫേസ് ആണ്. നിങ്ങൾ റിട്ടയർ ആവുമ്പോൾ ഇനിയിപ്പോൾ ബോറടിച്ച് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോയിരുന്ന ആളുകൾക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കാണിക്കുന്നില്ല. കാരണം നിങ്ങൾ മരിക്കുന്നത് വരെ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ചില ആളുകൾക്ക് റിട്ടയർ ആവാൻ കാത്തിരിക്കുകയായിരിക്കും, മറ്റു ചിലർക്ക് ജോലി നിർത്താൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ഇതിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു അവസരം വരെയാണ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ മറ്റാരെങ്കിലും എന്തോ ചെയ്യുന്നുണ്ടാവാം, ഒരുപക്ഷെ പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഒരു അവസരം, ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് പറയുകയും നിങ്ങളൊരു രസത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് അതൊരു വലിയ രീതിയിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയവും കാണിക്കുന്നുണ്ട്. പ്രണയ സാക്ഷാത്കാരം, ഇതുപോലുള്ള കാര്യങ്ങൾ, പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അറേഞ്ച്ഡ് കം ലവ് മാരേജ് ഉണ്ട്. ഇപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയിച്ചിട്ട് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ടുള്ള ഒരു അറേഞ്ച് മാരേജ് സിറ്റുവേഷൻ. എന്തായാലും പ്രണയത്തിന്റെ ഒരു ഭാവം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയ അഭ്യർത്ഥനകളൊക്കെ ലഭിക്കാനുള്ള അവസരവും കാണുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഏത് ദേവതയാണ് അല്ലെങ്കിൽ ഏത് ദേവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഈ ഒരു മാസം എന്ന് നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണനും ഗംഗാദേവിയാണ് വന്നിരിക്കുന്നത്.
നിങ്ങൾ ആരാധിക്കേണ്ടത് ശ്രീകൃഷ്ണനെയാണ്. കൃഷ്ണ ഭഗവാനെ ക്ഷേത്രം സന്ദർശിക്കുകയോ ശ്രീകൃഷ്ണനെ ആരാധിക്കുകയോ ചെയ്യാം. പാൽപ്പായസം കൃഷ്ണനെ നിവേദിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ ഒരു മാസത്തിൽ. അതുപോലെ തന്നെ ഭഗവാൻ ഗുരുവായൂർ സന്ദർശിക്കുക അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം സന്ദർശിക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രമായാലും മതി. വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പ്രണയവും പ്രണയവിവാഹവും ഒക്കെ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ക്ഷേത്രം സന്ദർശിക്കുക. അതേപോലെ തന്നെ ഗംഗാദേവിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് അനാവശ്യമായിട്ട് വെള്ളം കളയാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. അതുപോലെ ഇതെല്ലാവർക്കും പറ്റിയ കാര്യമായിരിക്കണമെന്നില്ല. പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഗംഗ സ്ഥാനം സന്ദർശിക്കുന്നതും നിങ്ങൾക്ക് ഉത്തമമായിരിക്കുമെന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് യാത്രയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊരിടത്തേക്ക് നിങ്ങൾ ഒഴുക്കാണ് കാണിക്കുന്നത്. അതായത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഒഴുക്ക്, അത് യാത്രയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പല പല കാര്യങ്ങളും ജീവിതത്തിൽ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്. പവിത്രമായിട്ടുള്ള പല കാര്യങ്ങളും ക്ഷേത്രങ്ങളായാലും പള്ളികളായിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ മതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ നിങ്ങൾക്ക് പോകാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.